നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുന്നത്. ആക്രമണം തുടരുകയാണ്. ഇറാനും US-ഉം തമ്മിൽ 5 ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. സമാധാന കരാർ യാഥാർത്ഥ്യമായ ശേഷമുള്ള ശക്തമായ പ്രകോപനമാണ്. ഗൾഫ് രാജ്യങ്ങളിലെ ആശങ്കയൊഴിയുന്നില്ല. ലോകത്തിന്റെ എണ്ണ താൽപ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ പശ്ചിമേഷ്യയിലെ യുദ്ധം വലിയ തോതിലുള്ള ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഇനി എന്ത് എന്നുള്ളത് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. പശ്ചിമേഷ്യ അശാന്തം. ഇറാനിൽ US ആക്രമണം രൂക്ഷം. ഖിഷംദീപ്, ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങൾ ആക്രമിച്ചു. കുവൈറ്റിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വ്യാപക നാശനഷ്ടം. ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ 3% വർധന. എണ്ണവില ബാരലിന് $78.68. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ SIT റിപ്പോർട്ട്. സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് ആഭ്യന്തര വകുപ്പിന് കൈമാറിയേക്കും. അജിത് കുമാറിനെതിരെ നടപടിയുണ്ടാകും. കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ADGPയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് സാധ്യത. നിയമന തട്ടിപ്പ് വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ PSC നിലപാട് ഇന്നറിയാം. നിർണായക യോഗം ഇന്ന്. തിരുത്തലും ശൈലിമാറ്റവും അനിവാര്യമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി. നിലവിൽ നേതൃമാറ്റം ഉണ്ടാകില്ലെന്ന ധാരണ. തെറ്റുതിരുത്തൽ രേഖയ്ക്ക് അംഗീകാരം നൽകും. CPM പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് അവസാനിക്കും. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. കാഫീർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം. സംഭരിക്കാൻ ആളില്ലാതെ മലപ്പുറത്ത് ടൺ കണക്കിന് നെല്ല് നശിക്കുന്നു. ബുദ്ധിമുട്ടിലായത് അധികൃതരുടെ അനുമതിയോടെ കൃഷിയിറക്കിയ കർഷകർ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് കർഷകർ. കരാറുകാരന്റെ അനാസ്ഥയിൽ ലക്ഷങ്ങളുടെ കൃഷിനാശം. അമ്പലപ്പുഴ കാക്കാഴം പാടശേഖരത്തെ കർഷകരും ദുരിതത്തിൽ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ വിധി ഇന്ന്. പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിൽ ഏകപ്രതി ചെന്താമര. വിധി പറയുക പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ലോകകപ്പ് സെമി പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. മത്സരം രാത്രി 12:30. മറ്റന്നാൾ അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. വിംബിൾഡൺ കിരീടം നിലനിർത്തി യാനിക് സിന്നർ. അലക്സാണ്ടർ സ്വരേവിനെ തകർത്തത് ആദ്യ സെറ്റിൽ പിന്നിട്ട് നിന്ന ശേഷം. ആദ്യം തന്നെ ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ്. അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് ആഭ്യന്തര വകുപ്പിന് കൈമാറും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാന്മാർ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ഇടപെട്ടതിൽ MR അജിത് കുമാറിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യും. DGP സ്ഥാനക്കയറ്റ പട്ടികയിൽ ഇടം നേടാനിരിക്കെയാണ് അജിത് കുമാറിനെതിരെ നടപടി വരുന്നത്. എന്തായാലും വിശദാംശങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൻഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ അന്ന് ഈ കേസ് അട്ടിമറിക്കാൻ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ഇടപെട്ടു എന്നുള്ളതാണ് കണ്ടെത്തൽ. ഏറ്റവും പ്രധാനം അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് ADGP MR അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണം നടത്തി ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ടാണ് SIT സംഘം DGPക്ക് നൽകിയത്. എന്നാൽ ഈ റിപ്പോർട്ട് നൽകിയ ആഴ്ചകൾ പിന്നിട്ടിട്ട് പോലും DGP ഇതിൽ നടപടിക്ക് ശുപാർശ ചെയ്ത് ആഭ്യന്തര വകുപ്പിന് ഇത് കൈമാറിയില്ല എന്നതിൽ വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. ഈ വിമർശനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് ADGP മാത്രമല്ല DGP കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് സംബന്ധിച്ച് നിയമോപദേശം തേടിയിരുന്നു. ഈ വിഷയത്തിനൊക്കെ ശേഷം തന്നെയാണ് DGP സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറുന്നത്. ആലപ്പുഴയിൽ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിച്ചു. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഗൺമാനും അടക്കം മർദ്ദിച്ചു. ഇതാണ് കേസ്. ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം SIT രൂപീകരിച്ച് UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ അന്വേഷണം നടത്തിയപ്പോഴാണ് ആ കേസ് അട്ടിമറിക്കാൻ അന്ന് ശ്രമം നടന്നിരുന്നത്. അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്ന്
ADGP ക്രൈംബ്രാഞ്ചിന്റെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ADGP ആയിരുന്നു MR അജിത്കുമാർ. അദ്ദേഹം നേരിട്ട് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അത് തിരുത്താൻ ആവശ്യപ്പെട്ടു എന്നാണ് അന്ന് കേസ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ SITക്ക് മൊഴി നൽകിയത്. ഏറ്റവും ഗുരുതരമായ തെറ്റാണ്, ക്രൈമാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണമെന്ന് ഇദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടി ഒക്കെ ശുപാർശ ചെയ്തുകൊണ്ടാണ് SIT അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയത്. SIT എന്നത് SP ഷൗക്കത്ത് അലിയാണ്. ഷൗക്കത്ത് അലി നേരിട്ടാണ് ആ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത്. ഇതിൽ ഗുരുതര വീഴ്ച MR അജിത്കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് SIT നൽകിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ കയ്യിലെത്തിയിട്ടും അദ്ദേഹം ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇത് ആഭ്യന്തര വകുപ്പിന് കൈമാറിയത് ഇത് വലിയ രീതിയിൽ വിമർശനം. മാത്രവുമല്ല, ഇതിനകത്ത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ റിപ്പോർട്ടിന്മേൽ നടപടി എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ നിതിൻ അഗർവാൾ ഈ മാസം 31-ന് DGP ആയിരിക്കുന്നത് അദ്ദേഹം വിരമിക്കുകയാണ്. അദ്ദേഹം വിരമിക്കുമ്പോൾ തൊട്ടടുത്ത DGPയെ പ്രൊമോഷൻ കിട്ടാനിരിക്കുകയാണ് ADGP MR അജിത്കുമാർ. അതിന് 2 ആഴ്ച മാത്രം, ഈ മാസം 31 എന്ന് പറയുമ്പോൾ 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ നിതിൻ അഗർവാൾ വിരമിക്കുന്ന ആ പദവിയിൽ DGPയായി സ്ഥാനക്കയറ്റത്തിനായി നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ് MR അജിത്കുമാർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രൊമോഷനെ പോലും ഇത് ബാധിക്കുമെന്ന ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് അൺഫിറ്റ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ DGP സ്ഥാനക്കയറ്റ പട്ടികയിൽ ഇടം നേടാനിരിക്കുകയാണ് അജിത് കുമാർ. അതോടൊപ്പം തന്നെ UDF സർക്കാർ ഇതിനോടകം തന്നെ വലിയ വിമർശനവും കേൾക്കേണ്ടി വരുന്നുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസാണ്. അജിത് കുമാറിന് ഇതിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് SIT കണ്ടെത്തുന്നു. എന്നിട്ടും ഇതിലൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള വലിയ വിമർശനങ്ങൾക്കിടെയാണ് ഇന്ന് ആഭ്യന്തര വകുപ്പിലേക്ക് ഈ ഫയൽ എത്തുന്നത്. വലിയ രീതിയിലെ വിമർശനം. കാരണം MR അജിത്കുമാറിനെ LDF സർക്കാർ UDF സർക്കാരും ഒരുപോലെ സംരക്ഷിക്കുന്നു. 2 സർക്കാരുകളുടെ കീഴിലും പൂർണ്ണ സംരക്ഷണത്തിനാണ് MR അജിത്കുമാർ. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ 2 സർക്കാരുകളും ഇത്രയേറെ സംരക്ഷണം ഒരുക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ വിമർശനം ഉയർന്നു വന്നു. UDFിനെ സംബന്ധിച്ച് അവർ അധികാരത്തിലെത്തിയപ്പോൾ അവരുടെ അഭിമാന പ്രശ്നം എന്ന രീതിയിൽ ആദ്യ മന്ത്രിസഭാ യോഗമാണ് ഇതിൽ പുനരന്വേഷണത്തിൽ തീരുമാനമെടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, അതിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ നിലവിൽ MLA കൂടിയാണ്. അപ്പോൾ ഇവരെ മർദ്ദിച്ചു, അതിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്, ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് SIT കണ്ടെത്തിയിട്ട് കൂടി ആ റിപ്പോർട്ടിന് നടപടി എടുത്തില്ല എന്നത് വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ പോലും വിമർശനം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലമാണ്. അപ്പോൾ MR അജിത്കുമാറിന്റെ പ്രൊമോഷൻ ലിസ്റ്റിൽ കാത്തു നിൽക്കുന്ന അദ്ദേഹത്തെ ആ പ്രൊമോഷനെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം സർക്കാർ ഇടപെട്ടു, സർക്കാർ സംരക്ഷണം നൽകുന്നു എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനങ്ങളും ആക്ഷേപങ്ങളൊക്കെ ഇതിനോടകം തന്നെ ആഭ്യന്തര വകുപ്പ് സർക്കാരും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് DGP അടിയന്തരമായി നിയമോപദേശം തേടുകയും ആ നിയമോപദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിൽ കൈമാറുന്നത്. ഈ ആഭ്യന്തര സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് കൈമാറുന്നത്. നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് കൈമാറുക. അങ്ങനെയെങ്കിൽ വകുപ്പ് തല നടപടി ഏത് രീതിയിലുള്ള നടപടിയാകും ഇനി MR അജിത്കുമാർ നേരിടേണ്ടി വരിക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട നടപടി. ഏറ്റവും പ്രധാനപ്പെട്ട നടപടി അദ്ദേഹത്തിന് മേൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും MR അജിത്കുമാറിന്റെ കാര്യത്തിൽ ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദിവസം കൂടിയായിരിക്കും. ഇത് ഇന്ന് കൈമാറിയാൽ ഉടൻ തന്നെ ആഭ്യന്തര വകുപ്പാണ് ഇതിൽ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ സർക്കാർ ഇതിൽ തീരുമാനമെടുക്കുമ്പോൾ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുക, എന്ത് നിലപാട്, അത് ഇന്ന് സർക്കാരിൻ്റെ ഒരു തീരുമാനമോ നിലപാടോ നടപടിയോ ഒന്നും അറിയാൻ കഴിയുകയില്ല. അത് തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്ന് DGP സംബന്ധിച്ച്, കാരണം ആഭ്യന്തരമന്ത്രി ഓരോ തവണയും മാധ്യമങ്ങൾ ഈ ചോദ്യം ആവർത്തിക്കുമ്പോഴൊക്കെ അദ്ദേഹം പറയുന്നത് പോലീസിൽ നിന്ന് DGP നൽകിയ റിപ്പോർട്ട് ലഭിച്ചില്ല എന്നാണ്. അപ്പോൾ ആ റിപ്പോർട്ടിനായാണ് ആഭ്യന്തരമന്ത്രി കാത്തിരിക്കുന്നതെങ്കിൽ ഉറപ്പായും ആ റിപ്പോർട്ട് ലഭിച്ചാലുടൻ തന്നെ സർക്കാർ എന്ത് MR അജിത്കുമാറിനെതിരെ ആഭ്യന്തര വകുപ്പിലേക്ക് റിപ്പോർട്ട് കൈമാറുകയാണ് ഇന്ന്. അതിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അൺഫിലിറ്റ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ PSC പരീക്ഷാ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫയലുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്ന കാര്യത്തിൽ PSC ഒരു നിർണായക യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആഭ്യന്തര വിജിലൻസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ PSCയിൽ ഒരു വിഭാഗത്തിന് ക്രൈംബ്രാഞ്ചുമായി സഹകരിക്കേണ്ട എന്ന തരത്തിലുള്ള ഒരു നിലപാടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ PSCയുടെ ആ യോഗം എത്രത്തോളം നിർണായകമായിരിക്കും? തീർച്ചയായും മമ്പിളി. കാരണം ഈ PSCയുടെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമാന്തരമായ 2 അന്വേഷണമാണ് നടക്കുന്നത്. ഒന്ന് സർക്കാർ തലത്തിലുള്ള അന്വേഷണം, SIT, അതായത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നൽകുന്നു. SIT രൂപീകരിച്ച് ക്രൈംബ്രാഞ്ച് അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നു. അന്വേഷണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു യോഗം ചെന്ന് ആക്ഷൻ പ്ലാനൊക്കെ തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇന്നു മുതലാണ് അന്വേഷണം ആരംഭിക്കുക. മറുഭാഗത്ത് PSC തന്നെ പ്രഖ്യാപിച്ച ആഭ്യന്തര വിജിലൻസ് അന്വേഷണം, ഇത് രണ്ടും സമാന്തരമായ ഒരേ വിഷയത്തിലാണ് നടക്കുന്നത്. എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇപ്പോൾ നടക്കുന്ന ആസൂത്രണം പോലെ ക്രമക്കേട് മാത്രമല്ല,
രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് PSC നേരിട്ട എല്ലാ ആരോപണങ്ങളും, എല്ലാ ക്രമക്കേട് പരീക്ഷകളും ഇതിനോട് ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അപ്പോൾ മുഴുവൻ ഫയലുകളും ലഭിക്കണം. പ്രത്യേകിച്ച് ആദ്യം തുടക്കത്തിൽ അന്വേഷിക്കുന്നത് ഈ ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട പരീക്ഷ തന്നെയാണ്. അപ്പോൾ അതിന്റെ ഫയലുകൾ ലഭിച്ചാൽ മാത്രമേ അന്വേഷണം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. ഫയലുകൾ ലഭിക്കണമെങ്കിൽ ഉറപ്പായത് PSC ആണ് അതിൽ ഫയലുകൾ കൈമാറേണ്ടത്. എന്നാൽ PSC നമുക്കറിയാം സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ്. അവിടെ ഒരു അന്വേഷണം സർക്കാരിന് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ പോലും സർക്കാർ നിയമോപദേശം തേടിയതാണ്. കാരണം ആ വലിയ രീതിയിൽ നിയമ സെക്രട്ടറി പോലും ഒന്ന് തടസ്സവാദം ഉന്നയിച്ചു, PSCക്ക് നേരെ സർക്കാർ നേരിട്ടൊരു അന്വേഷണം പ്രഖ്യാപിക്കുമോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നിയമ തടസ്സവാദമൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഫയലുകൾ കൈമാറാൻ സർക്കാർ അന്വേഷണ ഏജൻസിക്ക് കൈമാറാൻ എത്രത്തോളം സാധിക്കുമെന്നുള്ളത്. എന്നാൽ ഫയലുകൾ കൈമാറാനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ തീരുമാനമെടുക്കണമെങ്കിൽ PSC യോഗം ചെയ്തു. അതാണ് ഇന്നത്തെ യോഗം. ഇന്നൊരു സാധാരണ എല്ലാ തവണയും ചെയ്യുന്ന യോഗമാണെങ്കിൽ ഇന്ന് അതിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഈ യോഗത്തിൻ്റെത് ഈ ക്രൈംബ്രാഞ്ചിൽ ഇതിന്റെ ഫയലുകൾ, രേഖകളും ഫയലുകളും ഒക്കെ കൈമാറണമോ വേണ്ടത്. PSCയിൽ തന്നെ രണ്ടഭിപ്രായമുണ്ട്. കമ്മീഷൻ കാരണം ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുകയാണോ, ആ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇനി ഈ ഫയലുകളൊക്കെ തന്നെ അവിടെ കൈമാറുകയാണെങ്കിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം തടസ്സപ്പെടുമെന്നൊരു വാദം PSCയിൽ കമ്മീഷൻ അംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം ക്രൈംബ്രാഞ്ച് സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണമാണ്. ആ അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ആ അന്വേഷണത്തിൽ അവർക്ക് ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വെക്കണമെങ്കിൽ ആ ഫയലുകൾ കിട്ടിയേ മതിയാകൂ. അപ്പോൾ ആ ഫയലുകൾ കൊടുക്കാതിരിക്കുമ്പോൾ അതിന്റെ നിയമ പ്രശ്നങ്ങൾ വേറെ. അങ്ങനെ രണ്ട് അഭിപ്രായം PSC കമ്മീഷൻ അംഗങ്ങൾക്ക് തന്നെയുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 11 മണിക്കാണ് PSC ആസ്ഥാനത്ത് യോഗം ചേരുന്നത്. ആ യോഗത്തിന് ശേഷം ഈ ഫയലുകൾ കൈമാറണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം PSC എടുക്കും. മറ്റൊന്ന്, ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇന്ന് ആരംഭിക്കുമ്പോൾ പരാതി നൽകിയ മുഴുവൻ പേരുടെയും മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അന്വേഷണം തുടങ്ങുമ്പോൾ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി PSC പരീക്ഷാ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. അതിൽ ക്രൈംബ്രാഞ്ചുമായി സഹകരിക്കണോ എന്നുള്ള PSCയുടെ നിർണായക യോഗം ഇന്ന് ചേരുന്നുണ്ട്. അങ്ങനെ വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ്. ഒന്ന്, PSCയുടെ നിർണായക യോഗം. ഒന്ന്, DGP MR അജി ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറും. അതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതൊക്കെ ഈ രണ്ട് വാർത്തകളുടെയും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫിലി ഡിസൂസ. മറ്റു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന CPM പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് അവസാനിക്കും. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ തിരുത്തൽ രേഖയ്ക്ക് അംഗീകാരം നൽകും. സംഘടനയ്ക്കകത്ത് തിരുത്തലും ശൈലിമാറ്റവും അനിവാര്യമാണ് എന്ന് ചർച്ച നടന്നെങ്കിലും നിലവിൽ നേതൃമാറ്റം ഉണ്ടാകില്ലെന്നാണ് ധാരണ. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ശൈലിയും തിരുത്തി മുന്നോട്ട് പോകണമെന്നൊക്കെ ചർച്ച ചെയ്യുമ്പോഴും ഈ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത്, അതുപോലെ തന്നെ പ്രതിപക്ഷ നിരയിലേക്ക് മാറ്റം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണോ എത്തിയിട്ടുള്ളത്? നിലവിൽ അത്തരത്തിലുള്ള ചർച്ച തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ നടന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ രൂക്ഷമായിട്ടുള്ള വിമർശനം നിലവിലെ നേതൃത്വത്തിനെതിരെ കേരളത്തിൽ നിന്നുള്ള ചില മുതിർന്ന നേതാക്കൾ തന്നെ ഉയർത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടി ഉണ്ടാക്കാൻ കാരണമായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉയർന്ന പരാതികൾക്ക് നേരെ നേതൃത്വം മുഖം തിരിച്ചതും ഒപ്പം നേതാക്കളുടെ ധാർഷ്ട്യം നിറഞ്ഞ പ്രതികരണവുമാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടി ഉണ്ടാക്കിയത് എന്ന രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. അതുകൊണ്ട് പാർട്ടിക്കുള്ളിൽ സമഗ്രമായ മാറ്റം അനിവാര്യമാണ്. ശൈലി മാറ്റം വേണം, ഒപ്പം ആഴത്തിലുള്ള തിരുത്തലും പാർട്ടിക്കുള്ളിൽ വേണം എന്നുള്ള വിശാലമായ ചർച്ച കേന്ദ്ര കമ്മിറ്റിക്കുള്ളിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അമ്പിളി ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു നേതൃമാറ്റത്തിലേക്ക് സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ നിലവിൽ കഴിഞ്ഞൊരു 10 വർഷത്തിനിങ്ങോട്ട് പാർട്ടിക്കകത്ത് പാർട്ടി സെക്രട്ടറി എന്നുള്ള സ്ഥാനത്തേക്ക് ഉണ്ടെങ്കിൽ പോലും നിലവിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് CPM കേരളത്തിൽ മുൻപോട്ട് പോകുന്നത്. ആ ഒരു നേതൃനിരയിൽ ഒരു വലിയ മാറ്റം വരുത്താൻ നിലവിലും കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം 3 ദിവസമായി തുടരുന്ന കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ജനറൽ സെക്രട്ടറി MA ബേബി മാധ്യമങ്ങളെ കാണും. കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ചർച്ചകളും ഒപ്പം തീരുമാനങ്ങളും വിശദീകരിക്കും. ഒപ്പം ഈ കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്ന മറ്റൊരു ശ്രദ്ധേയമായ വിമർശനം എന്നുള്ളത് കേരളത്തിലെ സാഹചര്യം ശരിയായി വിലയിരുത്താനോ സംസ്ഥാന ഘടകത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്താനോ കേന്ദ്ര നേതൃത്വത്തിന് സാധിച്ചില്ല എന്നൊരു വിമർശനം കൂടി, കേന്ദ്ര നേതൃത്വത്തിനെതിരെയുള്ള വിമർശനം കൂടി ചില നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച നടന്നിട്ടുണ്ട്. കേരളത്തിൽ നടന്നിട്ടുള്ളത്
അസാധാരണമായ തോൽവി, പരാജയമാണ് എന്ന വിലയിരുത്തൽ കേന്ദ്ര കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. ഈ പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ തെറ്റുതിരുത്തൽ രേഖയ്ക്ക് കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകും. ഒപ്പം നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രത്യേകിച്ച് വിഴിഞ്ഞം വിഷയവുമായി ബന്ധപ്പെട്ട പാർട്ടി നിലപാട് എന്നുള്ള രീതിയിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന്റെ പ്രതികരണത്തെ പൂർണ്ണമായും തള്ളുന്ന പ്രതികരണങ്ങൾ ചില മുതിർന്ന നേതാക്കൾ നടത്തിയിരുന്നു. പി കെ ശ്രീമതി, കെ ശൈലജയും പി ജയരാജനും ഉൾപ്പെടെയുള്ളവർ. അതിന് തുടക്കം കുറിച്ച പി ജയരാജൻ ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ചികിത്സാ കാരണം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം അവധി നൽകിയത്. അത്തരത്തിൽ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും ഈ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയായി എന്നാണ് മനസ്സിലാക്കുന്നത്. അമ്പിളി. ശരി, തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന CPM പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് അവസാനിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ തെറ്റുതിരുത്തൽ രേഖയ്ക്ക് അംഗീകാരം നൽകും. സംഘടനയ്ക്കകത്ത് തിരുത്തലും ശൈലിമാറ്റവും അനിവാര്യമാണ് എന്ന് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തിയിട്ടുള്ളത്. CPM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദനും അതുപോലെ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനും തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു നേതൃമാറ്റം ഉണ്ടാകില്ല അല്ലെങ്കിൽ വേണ്ട എന്നൊരു ധാരണയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയത്. ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ കോടതി ഇന്ന് പരിഗണിക്കും. CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു ഉൾപ്പെടെയുള്ള പ്രധാന പ്രതികളുടെ ജാമ്യാപേക്ഷകളാണ് കോടതി പരിഗണിക്കുന്നത്. കേസിൽ ഇതുവരെ 25ഓളം CPM പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ട്. വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ വ്യാജ കാഫീർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ നൽകിയ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കോഴിക്കോട് ജില്ലാ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. വ്യാജ കാഫീർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ അറസ്റ്റിനെ തുടർന്നാണ് റിബേഷ് രാമകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. നേരത്തെ അറസ്റ്റിലായിരുന്ന ജിതിൻ ഭാസ്കറിനെ കോടതി ഉപാധികളോടെ ജാമ്യം നൽകിയിരുന്നു. വടകര കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ജിതിൻ ഭാസ്കർ ജില്ലാ കോടതിയെ സമീപിച്ച് ജാമ്യം നേടിയത്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഇറാനിലെ 140 ഇടങ്ങളിൽ US ബോംബാക്രമണം ശക്തമാക്കിയതായാണ് റിപ്പോർട്ട്. ആക്രമണത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചു ഇറാൻ. ഇതോടെ ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ 3% വർധനയുണ്ടായത്. എണ്ണവില ബാരലിന് $78.68. ഇറാനിലെ വടക്കൻ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിറിഖ്, ചബഹർ, ജസ്ക്, അസാലുയി, ബുഷഹർ, ക്വിഷ്ദ്വീപ് തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലാണ് ആക്രമണം കനപ്പിക്കുന്നത്. ആക്രമണത്തിൽ ഇറാന്റെ ഒരു നാവികസേനാ ഉദ്യോഗസ്ഥൻ കൂടി കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. US ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഗൾഫിലെ US കേന്ദ്രങ്ങളിൽ ഇറാൻ ശക്തമായ പ്രത്യാക്രമണവും നടത്തി. ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യാപക മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. ആക്രമണം ശക്തമായതിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചു. ഇതോടെ ക്രൂഡ് ഓയിൽ വില കുതിക്കുകയാണ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 3% വർധനയുണ്ടായി. എണ്ണവില ബാരലിന് $78.68 എത്തി. അതേസമയം ഇറാൻ ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കില്ലെന്നും അന്താരാഷ്ട്ര ജലപാതയായി ഹോർമൂസ് തുടരുമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കുവൈറ്റിൽ 3 അമേരിക്കൻ സൈനികർ ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത വ്യാജമാണെന്നും ഒരാൾക്കും ജീവാപായം സംഭവിച്ചിട്ടില്ലെന്നും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ഇറാൻ അംഗീകരിക്കാത്ത ഒരു പാതയിലൂടെയും കപ്പലുകൾ കടക്കാൻ ശ്രമിക്കരുതെന്നും IRGC മുന്നറിയിപ്പ് നൽകി. ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഏപ്രിലിന് മുന്നത്തെ നിലയിലേക്ക് പടരുകയാണ് നിലവിലെ സംഘർഷം. മേഖലയിലാകെ പടർന്ന് ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ തുടരുകയാണ്. വീണ്ടും ഹോർമൂസ് അടഞ്ഞതും സാഹചര്യം സങ്കീർണമാക്കുന്നു. ഇതുവരെ ഇല്ലാത്ത വിധം ഇറാനിലെ 140 കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം അഴിച്ചുവിടുന്നത്. ഹോർമൂസിൽ GFSC ഗാലക്സി എന്ന കപ്പൽ ആക്രമിച്ചതായിരുന്നു പ്രകോപനത്തിന് കാരണം. തിരിച്ചടിയിൽ ഇറാൻ ഒമാനിലെ ദുഗം തീരത്ത് അമേരിക്കൻ സൈനിക ലോജിസ്റ്റിക്സ്, വിമാന ഇന്ധന കേന്ദ്രങ്ങൾ, ഖത്തറിലെ അൽ ഉദൈദ എയർബേസിലെ ഫൈറ്റർ ജെറ്റ് കമാൻഡ് സെന്റർ, ബഹ്റൈനിലെ 5ാം കപ്പൽപ്പട താവളം, കുവൈറ്റിലെ ആയുധ ഡിപ്പോ, പേട്രിയോറ്റ മിസൈൽ സിസ്റ്റം, ജോർദാനിൽ MQ-9 ഡ്രോൺ ഹാങ്ങർ എന്നിവ ആക്രമിച്ചു. ഖത്തറിലും ആക്രമണം തുടരുകയാണ്. ഈ രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്ക തങ്ങളെ ആക്രമിച്ചതെന്ന് കാട്ടിയാണ് ഇറാന്റെ പ്രത്യാക്രമണം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ കാപ്പാത്ത് തടവിൽ നിന്ന് താൽക്കാലികമായി മോചിപ്പിക്കണമെന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ R. സുഗതന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനാകുമോ എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചിരുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ ഇന്ന് മറുപടി നൽകും. കൊച്ചിയിൽ നിന്നും AT അശ്വതി
വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വതി, കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചിരുന്നു കോടതിയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തൂടെ എന്നുള്ളത്. ഇന്ന് സർക്കാർ മറുപടി നൽകും. ഈ സർക്കാരിന്റെ മറുപടി ഇന്നത്തെ ഇതിൽ എത്രത്തോളം നിർണായകമാണ്? അമ്പിളി, തീർച്ചയായിട്ടും ഇന്നത്തെ സർക്കാരിന്റെ മറുപടി വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായി കൂടി ഇതിന് ഒരു പ്രാധാന്യമുള്ള സാഹചര്യത്തിൽ ഇന്ന് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഈ കാപ്പ കേസ് പ്രതിയായി ജയിലിൽ കഴിയുന്ന സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ട് അത് ജയിലിൽ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കില്ലേ എന്നതാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അതിൽ സർക്കാരാണ് ഇനി മറുപടി പറയേണ്ടത്. നേരത്തെ നെടുമങ്ങാട് കോടതിയിൽ സുഗതനെതിരെയുള്ള മറ്റ് 2 കേസുകൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. പക്ഷേ കാപ്പ കേസ് നിലനിൽക്കുന്നതാണ് ഇതിനൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത്. കാപ്പ കേസിൽ നിന്നും മോചിതനായാൽ മാത്രമാണ് ആ ജാമ്യം കൂടി നിലനിൽക്കൂ എന്നുകൂടി അന്നത്തെ ഉത്തരവിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കാപ്പ കേസിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഏറ്റവും നിർണായകമായത്. അതുകൊണ്ടാണ് സുഗതൻ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. നിലവിൽ വിയ്യൂർ ജയിലിലാണ് സുഗതൻ ഉള്ളത്. എന്തായാലും എത്രയും വേഗം സത്യപ്രതിജ്ഞ ചെയ്യുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇല്ല എങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് അടക്കം നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നേരത്തെ ഈ സുഗതനൊപ്പം മറ്റ് ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത മറ്റെല്ലാവരും തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ സുഗതൻ മാത്രമാണ് ഇനി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ളത്. നിരവധി കേസുകളാണ് സുഗതന്റെ പേരിലുള്ളത്. എന്തായാലും ഇന്നത്തെ സർക്കാർ മറുപടിയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നിയമപരമായി മാത്രമല്ല, സർക്കാർ ഏത് തരത്തിലായിരിക്കും സുഗതൻ BJP സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ സർക്കാർ ഏത് തരത്തിലായിരിക്കും അത് കോടതിയിൽ മറുപടി പറയുക എന്നതുകൂടി ഇന്ന് രാഷ്ട്രീയമായി കൂടി വളരെ പ്രാധാന്യമുള്ളതാണ്. അമ്പിളി, വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ കാപ്പ തടവിൽ നിന്ന് താൽക്കാലികമായി മോചിപ്പിക്കണമെന്ന BJP കൗൺസിലർ സുഗതന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ സർക്കാർ എന്ത് മറുപടി നൽകുമെന്നുള്ളത് തന്നെയാണ് അശ്വതി സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയമായും നിയമപരമായും BJP വലിയ പോരാട്ടം നടത്തുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ മറുപടിയും രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അശ്വതി. അമ്മ അഡ്ഹോക് കമ്മിറ്റിക്കെതിരായ ശ്വേതാ മേനോന്റെ ഹർജി എറണാകുളം മുൻസിഫ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് കോടതി താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അഡ്ഹോക് കമ്മിറ്റിക്ക് യോഗങ്ങൾ ചേരുന്നതിനോ പ്രമേയങ്ങൾ പാസ്സാക്കുന്നതിനോ അധികാരമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു കോടതിയുടെ നടപടി. കഴിഞ്ഞ ജൂൺ 21 നടന്ന ജനറൽ ബോഡി യോഗത്തിലെ നാടകീയ നീക്കങ്ങൾക്ക് ഒടുവിലാണ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചത്. എന്നാൽ രാജിക്കത്ത് നൽകിയിരുന്നില്ല. ഇന്ന് കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രമാദമായ കേസിന്റെ വിധി വരാനിരിക്കുകയാണ്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമരയുടെ വിധി ഇന്ന്. നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിലാണ് വിധി പറയുന്നത്. കേസിലെ ഏക പ്രതിയാണ് ചെന്താമര. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുന്നത്. നടന്ന 1.5 വർഷമാകുമ്പോഴാണ് കേസിൽ വിധി വരുന്നത്. 2025 ജനുവരി 27-നാണ് ചെന്താമര അയൽവാസിയായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നത്. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയായിരുന്നു ഇരട്ട കൊലപാതകം. കുടുംബം തകരാൻ കാരണം സുധാകരനാണെന്ന സംശയമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത്. സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചായിരുന്നു നെന്മാറയിലെ പോത്തുണ്ടിയിലേക്ക് ഇയാൾ എത്തിയത്. പിന്നാലെയാണ് 2025 ജനുവരി 27-ന് ഇയാൾ കയ്യിലുണ്ടായിരുന്ന വാളുപയോഗിച്ച് സുധാകരനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഇതുകണ്ടാണ് സുധാകരന്റെ അമ്മ ലക്ഷ്മി അവിടേക്ക് ഓടിയെത്തുന്നതും തുടർന്ന് വയോധികയെയും ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തുന്നതും. ചെന്താമരയുടെ കുടുംബം പിരിഞ്ഞു പോകാൻ കാരണം സുധാകരനും കുടുംബവുമാണെന്ന സംശയമാണ് ഇയാളെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഫെബ്രുവരി 18-ന് പ്രതി ചെന്താമരയുടെ ആദ്യ കേസിലെ ജാമ്യം റദ്ദാക്കി. മാർച്ച് 3-ന് കേസിൽ സാക്ഷികളുടെ രഹസ്യമൊഴി ചിറ്റൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തിയിരുന്നു. മാർച്ച് 25-ന് കുറ്റപത്രം സമർപ്പിച്ചു. 480 പേജുള്ള കുറ്റപത്രത്തിൽ 132 സാക്ഷികളായിരുന്നു ഉണ്ടായിരുന്നത്. 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. ഫെബ്രുവരി 23 മുതൽ മെയ് 6 വരെ നടന്ന വിചാരണയിൽ 132 സാക്ഷികളിൽ 4 പേർ കൂറുമാറുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത TV. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. നിലവിലെ അന്വേഷണം കാര്യക്ഷമമല്ലെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി നേരത്തെ അലഹാബാദ് കോടതി തള്ളിയിരുന്നു. സംഭാവന ക്രമക്കേടിൽ നിലവിൽ SIT അന്വേഷണം പുരോഗമിക്കുകയാണ്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിലെ കൂടുതൽ ജീവനക്കാരെ ചോദ്യം ചെയ്തിരുന്നു.
പാലാ നഗരസഭാ ചെയർപേഴ്സണെതിരെ പ്രതിപക്ഷം അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിരിക്കെ ചൊവ്വാഴ്ച മുതൽ തുടർച്ചയായി 4 ദിവസം കൗൺസിൽ യോഗം ചേരും. പ്രതിപക്ഷം ഉന്നയിച്ച മുഴുവൻ വിഷയങ്ങളിലും ചർച്ചകൾ നടത്തുമെന്ന് ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം അറിയിച്ചു. ഈ മാസം 21-നാണ് അവിശ്വാസ പ്രമേയ ചർച്ച. അവിശ്വാസ പ്രമേയത്തിന്മേൽ ചർച്ച നടക്കുന്നതിന് മുൻപ് തന്നെ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൗൺസിൽ യോഗം വിളിച്ചുകൂട്ടി രേഖാപരമായി തന്നെ വിശദീകരിക്കാനാണ് ചെയർപേഴ്സന്റെയും സ്വതന്ത്ര കൂട്ടായ്മ കൗൺസിലർമാരുടെയും തീരുമാനം. ഈ നീക്കത്തിന് പിന്തുണയുമായി കേരള കോൺഗ്രസിന്റെയും KDPയുടെയും കൗൺസിലർമാരും ഒപ്പമുണ്ട്. 14 മുതൽ 17 വരെ തീയതികളിലായാണ് കൗൺസിൽ യോഗങ്ങൾ നടക്കുക. ഓരോ ദിവസത്തെയും ചർച്ചകൾക്കായി അജണ്ടകളും തീരുമാനിച്ചിട്ടുണ്ട്. 14-ന് നടക്കുന്ന ആദ്യ കൗൺസിൽ യോഗത്തിൽ നഗരസഭയിലെ ഫയൽ നഷ്ടപ്പെട്ടത് സംബന്ധിച്ചും മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടികളെക്കുറിച്ചും ചർച്ച ചെയ്യും. തുടർന്ന് 12-ാം മൈലിലെ കുമാരനാശാൻ സ്മാരക ചിൽഡ്രൻസ് പാർക്കിൽ കുമാരനാശാന്റെ പ്രതിമ നിർമ്മിക്കുന്ന വിഷയവും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ 17-ന് തീരുമാനങ്ങൾക്ക് സാധുത കൊടുക്കുന്ന വിഷയവും ചർച്ചയാകും. 15-ന് കൊട്ടാരമറ്റം ഓട്ടോ സ്റ്റാൻഡ് വിഷയം മാത്രമാണ് ചർച്ച ചെയ്യുക. 16-ലെ കൗൺസിൽ യോഗത്തിൽ പാലാ ജനറൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയിൽ കേരള കോൺഗ്രസ് എം പ്രതിനിധികളെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. 17-ന് ലാലം തോടിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ തടസ്സമായി നൽകുന്ന ആഞ്ഞിലിമരം മുറിച്ചു മാറ്റണോ വേണ്ടയോ എന്ന വിഷയമാവും ചർച്ച ചെയ്യുക. ചെയർപേഴ്സൺ ദിയ ബിനുവിനെതിരെ പ്രതിപക്ഷവും കോൺഗ്രസ് കൗൺസിലർമാരും ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി കൗൺസിൽ യോഗങ്ങളിൽ നൽകാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക്. ഇതിനിടെ സ്വതന്ത്ര കൗൺസിലർമാരെ ഒപ്പം നിർത്താനും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇടപെടലിലൂടെ കോൺഗ്രസ് കൗൺസിലർമാരെ അനുനയിപ്പിക്കാനും സ്വതന്ത്ര കൂട്ടായ്മ ശ്രമങ്ങൾ തുടരുകയാണ്. അതേസമയം ചെയർപേഴ്സണ് എതിരെ പരസ്യ നിലപാടെടുത്ത കോൺഗ്രസും വൈസ് ചെയർപേഴ്സൺ മായ രാഹുലും അവിശ്വാസത്തിന് മുൻപ് നടക്കുന്ന കൗൺസിൽ യോഗങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതിപക്ഷം ഉറ്റുനോക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. സംഭരിക്കാൻ ആളില്ലാതെ മലപ്പുറത്ത് ടൺ കണക്കിന് നെല്ലാണ് നശിക്കുന്നത്. അധികൃതരുടെ അനുമതിയോടെ കൃഷിയിറക്കിയ കർഷകരാണ് സംഭരിക്കാൻ ആളില്ലാതെ ബുദ്ധിമുട്ടിലായത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമില്ലെന്ന് കർഷകർ പറയുന്നു. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ, ചാലിയാർ പഞ്ചായത്തുകളിലെ നെൽകർഷകരാണ് സപ്ലൈകോയുടെ വിശ്വാസവഞ്ചനയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. സപ്ലൈകോയിൽ രജിസ്റ്റർ ചെയ്ത് അവരുടെ പൂർണ്ണ അനുമതിയോടെ കൃഷിയിറക്കിയ 50 ടണ്ണിലേറെ നെല്ലാണ് ഇപ്പോൾ സംഭരിക്കാൻ ആളില്ലാതെ നശിക്കുന്നത്. ചാലിയാർ പഞ്ചായത്തിലെ പരമ്പരാഗത നെൽകർഷകനായ ആലുങ്ങൽ സലാമിന് 7 ഏക്കറിലെ കൃഷിയിൽ നിന്ന് ഇത്തവണ നല്ല വിളവാണ് ലഭിച്ചത്. എന്നാൽ കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാൻ ആളില്ലാതെ എലി തിന്നും മഴയേറ്റും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സപ്ലൈകോയുടെ നിർദ്ദേശപ്രകാരം വൈറ്റ് ഗ്രേയിൽ 055 ഇനം നെല്ലാണ് സലാം കൃഷി ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഈ വെള്ളയരിയുടെ നെല്ല് തങ്ങൾക്ക് വേണ്ടെന്നാണ് മില്ലുകാർ പറയുന്നത്. സപ്ലൈകോ നമ്മൾ എടുക്കുന്ന ഇതിലാണ് നെല്ല് ഉണ്ടാക്കിയത്. നെല്ലാണ് നല്ല സൂപ്പർ നെല്ലാണ്. ഈ വസ്തുവിന് ഇനത്തിൽപ്പെട്ട നെല്ലാണ്. ബിരിയാണിക്കൊക്കെ സൂപ്പർ അരിയാണ്. പക്ഷേ സർക്കാർ പറയുന്നത് പിന്നെ സപ്ലൈകോ പറയുന്നത് മില്ലേറാണ്. ഇപ്പം നമ്മൾ ഇനി ആരോട് പറയേണ്ടതില്ലാണ് നമുക്കറിയേണ്ടത്. ഇനി ആരോട് പറയേണ്ടതില്ല, സർക്കാർ പറയണോ. ഞാൻ മുഖ്യമന്ത്രിക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട്, കൃഷി വകുപ്പ് മന്ത്രി കൊടുത്തിട്ടുണ്ട്. ഈ സ്ഥലത്ത് MLA ഇപ്പോഴത്തെ മന്ത്രിയാണ്. മന്ത്രിയുടെ വീട്ടിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിൽ കണ്ടപ്പോൾ മന്ത്രിയുടെ വീട്ടിൽ പോയത്. മന്ത്രിക്കാർ ഞാൻ പടി കുത്തിക്കാണ്ട് മൂപ്പരെ വീട്ടിൽ പോകണതെന്ന് വാക്കർ പിടിച്ചാണ്ട് മന്ത്രികൾ അത് ശരിയാവുമെന്ന് പറഞ്ഞു. നമ്മൾ ശരിയാവുന്നല്ലാതെ നമുക്ക് തീരും ശരിയായിട്ടില്ല. അവരുടെ കാര്യം ശരിയാവുണ്ടാവും, കർഷകന് ശരിയായിട്ടില്ല. ലക്ഷങ്ങളുടെ ബാങ്ക് വായ്പ എടുത്തും വലിയ തുക പാട്ടത്തിനെടുത്തുമാണ് കർഷകർ കൃഷി ഇറക്കുന്നത്. ഉൽപ്പാദിപ്പിച്ച നെല്ല് വരും ദിവസങ്ങളിലെങ്കിലും സംഭരിച്ചില്ലെങ്കിൽ കർഷകർ വലിയ കടക്കെണിയിലാകും. അമൃത ന്യൂസ്, മലപ്പുറം. കരാറുകാരന്റെ അനാസ്ഥ മൂലം കൃഷി നശിച്ച് ദുരിതത്തിലായിരിക്കുകയാണ് അമ്പലപ്പുഴ കാക്കാഴം പാടശേഖരത്തെ കർഷകർ. പാടശേഖരത്തിന്റെ കൽക്കെട്ട് നിർമ്മാണം വൈകിയതോടെ മഴ വീണ് കൃഷി നശിച്ചതാണ് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാക്കിയത്. അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിൽ 150 ഏക്കറുള്ള കാക്കാഴം പാടശേഖരത്താണ് കഴിഞ്ഞ രാത്രിയിൽ ശക്തമായ മഴയിൽ മട വീണത്. 85 കർഷകരാണ് ഇവിടെയുള്ളത്. 50 ലക്ഷം രൂപയായിരുന്നു പാടശേഖരത്തിൻ്റെ കൽക്കെട്ട് നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നത്. ഫെബ്രുവരിയിൽ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും സമയബന്ധിതമായി പൂർത്തീകരിക്കാനായില്ല. കാലവർഷാരംഭത്തിന് മുൻപ് തന്നെ കൽക്കെട്ട് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് പാടശേഖര സമിതിയും കർഷകരും കരാറുകാരനോട് ആവശ്യപ്പെട്ടിരുന്നു. നിലവിലുണ്ടായിരുന്ന കൽക്കെട്ട് പൊളിച്ചെങ്കിലും 5 മാസം പിന്നിട്ടിട്ടും കൽക്കെട്ട് നിർമ്മാണം പൂർത്തിയാക്കാതെ വന്നതോടെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ കാക്കാഴം തോട് കരകവിഞ്ഞൊഴുകുകയായിരുന്നു. ഇതോടെ വെള്ളം പാടശേഖരത്തേക്ക് കുത്തിയൊലിച്ചു. പ്രദേശത്തെ റോഡ് തകർന്നതിന് പുറമെ 3 ദിവസം മുൻപ് വിതച്ച വിത്ത് വെള്ളം കയറി നശിച്ചു. ഇതിപ്പം വെള്ളം പറ്റിച്ച് ട്രാക്ടർ വന്ന് ഞങ്ങൾ വേദ തുടങ്ങുന്ന സമയത്ത് ഇവരെ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. എത്രയും പെട്ടെന്ന് പണി തീർത്തു തരണം. ഈ കാലവർഷം ശക്തിപ്പെട്ടാൽ ഞങ്ങൾക്ക് കൃഷി ഇറക്കാൻ പറ്റത്തില്ല. അവരുടെ ഒരു ഉറപ്പിന്മേലാണ് ഞങ്ങൾ കൃഷി തുടങ്ങിയത്.
പക്ഷേ ഇവരെ നിരന്തരമായി ബന്ധപ്പെട്ട് ഇരുന്നിട്ടും പണി ഭയങ്കരമായി പെൻഡിങ് അടിച്ചിട്ട് ഞങ്ങൾക്കൊരു ഉറപ്പാന്ന് പറഞ്ഞാൽ നിങ്ങൾ ബതച്ചോ, ഞങ്ങൾ പണി തീർത്തരും എന്നുള്ള രീതിയിൽ അവരോട് സംസാരിച്ചു. പക്ഷേ ഞങ്ങളുടെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ ഇന്നിപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നു. ഇന്നലെ കർഷകർ നിലമൊരുക്കി വിത്ത് കെട്ടി വിത്ത് വിതച്ച് രണ്ടാമത്തെ ദിവസമായി തന്നെ മട വീണു. വിത്ത് കൃഷിഭവനിൽ നിന്ന് സൗജന്യമായാണ് ലഭിച്ചതെങ്കിലും വിഷമടിക്കൽ ഉൾപ്പെടെയുള്ള ജോലികൾക്ക് ഏക്കറിന് 10,000-ലധികം രൂപ തങ്ങൾക്ക് ചെലവായതായി കർഷകർ പറയുന്നു. മഴ ശക്തമായി തുടരുന്നതിനാൽ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇതോടെ പാടശേഖരത്തിൻ്റെ കരകളിലുള്ള 30-ലധികം വീടുകളിലും വെള്ളം കയറി. 450 മീറ്റർ നീളമുള്ള കൽക്കെട്ടിൻ്റെ 180 മീറ്റർ ഭാഗം മാത്രമാണ് കഴിഞ്ഞ 5 മാസത്തിനിടെ നിർമ്മിച്ചത്. കരാറുകാരൻ്റെ ഈ അനാസ്ഥ മൂലം കൃഷി നശിക്കുകയും കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടവുമാണ് ഉണ്ടായത്. ഇനി കൃഷി ചെയ്യാൻ വിത്തും കിട്ടാത്ത സ്ഥിതിയായതിനാൽ സർക്കാർ വിഷയത്തിൽ ഇടപെട്ട് നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ. കോഴിക്കോട് കക്കോടിയിലെ പരമ്പരാഗത കൈത്തറി നെയ്ത്തു കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ തൊഴിലാളികളെ ദുരിതത്തിലാക്കുകയാണ്. 60 വർഷം പഴക്കമുള്ള ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗം കനത്ത മഴയിൽ തകർന്നിരുന്നു. തൊഴിലാളികളെ മറ്റൊരു ഷെഡിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും പരിമിതികൾക്കിടയിൽ വീർപ്പുമുട്ടുകയാണ് 30-ലേറെ വനിതാ തൊഴിലാളികൾ. ഒറ്റനോട്ടത്തിൽ ഒരു ഭാർഗവി നിലയം പോലെ തോന്നിക്കുന്ന കെട്ടിടവും പരിസരവും അകത്ത് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് 30-ലേറെ സ്ത്രീകൾ പണിയെടുക്കുന്ന നെയ്ത്തു കേന്ദ്രം എന്നത് തിരിച്ചറിയാനാവുക. സർക്കാരിന്റെ സൗജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം തുണി നെയ്യുന്ന കക്കോടി മോരിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റാർ വ്യൂവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ദുരവസ്ഥയ്ക്ക് കൈയും കണക്കുമില്ല. ഇതിനിടെ മഴയിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗവും നിലം പതിച്ചു. ഭാഗ്യത്തിന് തൊഴിലാളികളെല്ലാം കൂടെ പോയിരുന്നു ജോലി കഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഒരു അപകടം ഇല്ലാണ്ടായി ആയത്. അല്ലെങ്കിൽ ആരെങ്കിലും അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയാൽ പ്രശ്നമാവുമായിരുന്നു. ഞങ്ങൾ ആ ബിൽഡിങ് വീഴുന്ന ഒരിക്കലും വിചാരിച്ചതല്ല. കുഴപ്പമില്ലാതെ ഇവിടേക്കാണെങ്കിൽ വിട്ട് നിൽക്കുന്നുണ്ട്, ബിൽഡിങ്ങിൻ്റെ ഓടൊക്കെ മാറിയിട്ട്. പക്ഷെ അവിടെയാണെങ്കിൽ മേൽക്കൂരയൊക്കെ നല്ലപോലെ നിൽക്കുന്നതാണ് കണ്ടത്. പരാധീനതകൾ ഏറെയുണ്ടെങ്കിലും ജോലിയിൽ മുടക്കം വരുത്തിയിട്ടില്ല. ചോരുന്ന കെട്ടിടത്തിൽ ഷീറ്റ് വലിച്ചു കെട്ടി പണി തുടർന്നു. എന്നാൽ 8 മാസമായി ശമ്പളവും മുടങ്ങിയതോടെ തകർച്ച പൂർണ്ണതയിലെത്തിയെന്ന് തൊഴിലാളികൾ പറയുന്നു. നന്നായിട്ട് പോയ കമ്പനിയാണ്. ആഴ്ചയിലൊക്കെ കൂലിയൊക്കെ വാങ്ങി വീട്ടിലൊക്കെ നല്ല ഇതെല്ലാം പോയത്. അപ്പോൾ ഒന്നും കിട്ടുന്നില്ല, പൈസയൊന്നും. ചോർന്നൊക്കെ ഒലിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഇവിടെ പണിയെടുക്കാനേ. ഞങ്ങൾക്കൊരു സഹായം കിട്ടിയാൽ അതൊരു ഉപകാരമായിരുന്നു. ഞാൻ കുറേ ദൂരേന്ന് വരുന്ന ഒരാളാണ്. അന്ന് നല്ലോണം പണിയൊക്കെ എടുത്ത് നല്ലോണം കൂലിയൊക്കെ വാങ്ങി അന്ന് ഇവിടെ നല്ല പണി ഉണ്ടായിനി. എല്ലാവർക്കും കമ്പനി പണിയേനി. ഇപ്പം കുട്ടികളെ യൂണിഫോം നെയ്യലാണ്. 10-25 ആളേ ഉള്ളൂ ഇപ്പോൾ. അന്ന് 150 ആളുണ്ട്. ബോൺസും എല്ലാം ഉണ്ടായിനി. ഇപ്പോഴൊന്നുമില്ല. സർക്കാർ മനസ്സുവെച്ചാൽ കരകയറാനാകും. ഇല്ലെങ്കിൽ ജോലി കൈവിട്ട് വീട്ടിലിരിക്കേണ്ടി വരുമെന്ന ദുരവസ്ഥയാണ് ഇവർ നേരിടുന്നത്. സർക്കാരിന്റെ സൗജന്യ യൂണിഫോം നെയ്തു നൽകുന്ന കക്കോടിയിലെ നെയ്ത്തു ഫാക്ടറിയുടെ ദുരവസ്ഥയാണിത്. 8 മാസമായി ശമ്പളമില്ല. ഒപ്പം തന്നെ ഏതു സമയം തലയിൽ വീഴാവുന്ന ഒരു കെട്ടിടത്തിലാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണാൻ അധികൃതർ ഉടൻ നടപടിയെടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. സജി തറയിലിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. കോട്ടയം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ പലതും ഇന്ന് അപകടാവസ്ഥയിലാണ്. കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് കെട്ടിടങ്ങളുടെ ബലക്ഷയത്തിന് കാരണം. കെട്ടിടങ്ങളിൽ നിന്നും കോൺക്രീറ്റ് പ്ലാസ്റ്ററിംഗ് അടക്കം അടർന്നു വീഴുന്നത് തുടർക്കഥയാവുകയാണ്. കെട്ടിടങ്ങളിൽ സുരക്ഷാ പരിശോധന നടത്താൻ നഗരസഭ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോട്ടയം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള നിരവധി കെട്ടിടങ്ങളാണ് അറ്റകുറ്റപ്പണികളുടെ അഭാവം മൂലം അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. കുമാരനെല്ലൂരിലെ നഗരസഭ സോണൽ ഓഫീസ് കെട്ടിടം, പഴയ ബോട്ടിച്ചട്ടിക്ക് സമീപം കൃഷിവകുപ്പിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം, മാർക്കറ്റിനുള്ളിലെ ഒന്നിലധികം കെട്ടിടങ്ങൾ, പച്ചക്കറി മാർക്കറ്റ് കെട്ടിടം തുടങ്ങി അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുടെ എണ്ണം അങ്ങനെ നീളുകയാണ്. ഇതിൽ പല കെട്ടിടങ്ങളും പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളവയാണ്. കെട്ടിടഭാഗങ്ങൾ അടർന്നു വീഴുമ്പോൾ മാത്രം താൽക്കാലിക പണികൾ നടത്തി നഗരസഭ തലയൂരുകയാണെന്നാണ് വാടകക്കാർ പറയുന്നത്. എന്നാൽ എവിടെയെങ്കിലും പരാതി നൽകിയാൽ ഉള്ള സ്ഥലം കൂടി നഷ്ടപ്പെടുമെന്ന ഭയത്താൽ അസൗകര്യങ്ങൾക്കും അപകട ഭീഷണികൾക്കുമിടയിൽ മൗനം പാലിച്ചു കഴിയുകയാണ് ഇവർ. ഈ സാഹചര്യത്തിൽ നഗരസഭയിൽ സമഗ്രമായ ബിൽഡിംഗ് ഓഡിറ്റ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജ അനിൽ ആവശ്യപ്പെട്ടു. കുമാരനെല്ലൂർ സോണൽ ഓഫീസ് ഈ ഒരു വർഷം 3ാമത്തെ പ്രാവശ്യം അതിൻ്റെ മേൽഭാഗം ഇടിഞ്ഞു വീഴുന്നത്. ഒരു പ്രാവശ്യം അവിടുത്തെ സൂപ്രണ്ടിൻ്റെ ദേഹത്ത് വീണ് അയാളുടെ കൈക്ക് പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ പോകുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെയാണ് കോട്ടയം നഗരസഭയുടെ എല്ലാ ഓഫീസുകളും, ഒരു TB ഉണ്ടല്ലോ,
നേരത്തെ മുനിസിപ്പൽ റെസ്റ്റ് ഹൗസ് അത് പരിശോധിച്ച് നോക്ക്. അങ്ങനെ നഗരസഭയുടെ ഏത് കെട്ടിടം പരിശോധിച്ചാലും അതെല്ലാം ഇതേ അവസ്ഥയിൽ തന്നെ. മുൻപ് കോട്ടയം നഗരസഭ ഓഫീസിന് സമീപമുണ്ടായിരുന്ന നഗരസഭയുടെ സ്വന്തം കെട്ടിടത്തിൽ നിന്നും കോൺക്രീറ്റ് ഭാഗം അടർന്നു വീണ് ലോട്ടറി തൊഴിലാളിക്ക് ജീവഹാനി സംഭവിച്ചിരുന്നു. പിന്നീട് ഈ കെട്ടിടം പൊളിച്ചു മാറ്റിയെങ്കിലും അപകടാവസ്ഥയിലുള്ള മറ്റു കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഒരു നടപടിയും ഇതുവരെ നഗരസഭ സ്വീകരിച്ചിട്ടില്ല. മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലൊരു അപകടം ആവർത്തിക്കാതിരിക്കാൻ കെട്ടിടങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ ഉടൻ നടത്തണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. മലയോര മേഖലയുടെ വികസന സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായി നിലമ്പൂർ നായാടംപൊയിൽ മലയോര ഹൈവേ നിർമ്മാണം ഇഴയുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ മഴക്കാലത്ത് KSRTC സർവീസുകൾ ഉൾപ്പെടെ നിലയ്ക്കുമോ എന്ന ആശങ്കയിലാണ് മലയോര ജനത. മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തികളിലെ മലയോര മേഖലയിലെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ വിഭാവനം ചെയ്തതാണ് നിലമ്പൂർ നായാടംപൊയിൽ മലയോര ഹൈവേ. ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ ഹൈവേയുടെ നിർമ്മാണമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് തന്നെ ശാപമായി മാറിയിരിക്കുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 120 കോടി രൂപ ചെലവഴിച്ച് 2 റീച്ചുകളിലായാണ് നിർമ്മാണം. ഇതിൽ മൂലേപ്പാടം മുതൽ നായാടംപൊയിൽ വരെയുള്ള 74 കോടിയുടെ നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ്. എന്നാൽ നാമമാത്രമായ തൊഴിലാളികളെ വെച്ച് മന്ദഗതിയിലാണ് ഇവിടെ നിർമ്മാണം നടക്കുന്നത്. കരാർ പ്രകാരം 2026 മെയ്യിൽ 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയാകേണ്ടതായിരുന്നു. എന്നാൽ സമയപരിധി കഴിഞ്ഞിട്ടും പ്രവർത്തികൾ എങ്ങും എത്തിയില്ലെന്നു മാത്രമല്ല റോഡിന്റെ പല ഭാഗങ്ങളും വെട്ടിപ്പൊളിച്ചിരിക്കുന്നത് വലിയ യാത്രാക്ലേശമാണ് സൃഷ്ടിക്കുന്നത്. മലപ്പുറം ജില്ലയുടെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായ വാളന്തോട്, നായാടംപൊയിൽ, തോട്ടപ്പള്ളി ഭാഗങ്ങളിലേക്കുള്ള പ്രധാന പാതയാണിത്. 8ാം ബ്ലോക്ക് മുതൽ വെണ്ടയ്ക്കാംപൊയിൽ വരെയുള്ള ഭാഗം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. വലിയ അപകടം പിടിച്ച രൂപത്തിലാണ് ഇപ്പോൾ റോഡ് കിടക്കുന്നത്. കാരണം കുത്തനെയുള്ള കയറ്റാണ്. നമ്മളെ നാടുകാണി ചുരത്തിലേക്കാളും വലിയ ചുരമാണ്, വലിയ കയറ്റാണ്. പക്ഷേ ഇത് അടിയന്തരമായിട്ട് ഒരുപാട് കാലമായി റോഡുമ്പോൾ വർക്ക് എടുത്തിട്ടെന്നാണ് തോന്നുന്നത്. കണ്ടു കഴിഞ്ഞാൽ റോഡുമ്പോൾ ഇപ്പോൾ ഒരു 2-3 വർഷം മുമ്പ് ഞങ്ങൾ ഇതിൽ നിന്ന് വന്നിരുന്നു. അന്ന് ഇത്ര മോശമായിട്ടില്ല. ഇപ്പോൾ അതിലേറെ പറ്റ പൊട്ടി പൊളിഞ്ഞ് വലിയ വൻ ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയ അപകടം ഉണ്ടാവുന്നതാണ് റോഡ് കണ്ടാൽ. ഒരുവിധം നല്ല വലിയുള്ള വണ്ടികളല്ലാതെ ചെറു വണ്ടികളൊന്നും കയറ്റം കയറില്ല. എന്താ ചെയ്യും ഇങ്ങനെയാണെങ്കിൽ? എത്ര കാലമായി ഇപ്പോൾ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? ഒരു വണ്ടി ഇറങ്ങി റിട്ടേൺ വന്നാൽ റിവേഴ്സ് വെച്ച് കൊടുക്കണം. റിവേഴ്സ് പോകാൻ പോലും സ്ഥലമില്ല അവിടെ. റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം മലയോര മേഖലയിലേക്കുള്ള ഏക പൊതുഗതാഗത മാർഗമായ KSRTC സർവീസുകൾ എപ്പോൾ വേണമെങ്കിലും നിലയ്ക്കാവുന്ന അവസ്ഥയിലാണ്. പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. പെട്രോൾ, ഡീസൽ എന്നിവ പമ്പുകളിൽ നിന്ന് കന്നാസുകളിൽ നൽകുന്നതിന് എണ്ണ കമ്പനികൾ വിലക്ക് ഏർപ്പെടുത്തിയതോടെ പ്രതിസന്ധിയിലാണ് മത്സ്യബന്ധന മേഖല. കന്നാസുകളിൽ ഇന്ധനം വാങ്ങി വള്ളത്തിൽ സൂക്ഷിച്ചുവെച്ചാണ് മത്സ്യബന്ധന തൊഴിലാളികൾ കടലിലേക്ക് പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവർക്ക് ഇന്ധനം നിഷേധിച്ചതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധനം നിലവിലുള്ളതിനാൽ കടലിൽ മത്സ്യലഭ്യതയും കുറവാണ്. ചെറുവള്ളങ്ങളുമായി കടലിൽ പോകുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ധനം ലഭിക്കാതായതോടെ തൊഴിൽ പൂർണ്ണമായും നിലച്ചു പോകുന്ന നിലയിലാണ്. മണ്ണെണ്ണയ്ക്ക് ലിറ്ററിന് 167 രൂപയായി ഉയർന്നതും മത്സ്യബന്ധന മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സാധാരണ കന്നാസുകളിൽ പെട്രോളും ഡീസലും നൽകുന്നത് സുരക്ഷാ പ്രശ്നം സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പെട്രോൾ പമ്പുകളിൽ അതിരാവിലെ അവർ വാഹനത്തിൽ പോയി എണ്ണയ്ക്ക് കന്നാസ് ക്യാനുകൾ നീട്ടുമ്പോഴത്തേക്ക് അത് കൊടുക്കുന്നില്ല. നാളിതുവരെ ലഭ്യമായിരുന്നു. ഇപ്പോൾ പ്രത്യേക കാരണങ്ങളാണ് പറയുന്നത്. അത് മത്സ്യമേഖലയിൽ മാത്രമല്ല, കാർഷിക മേഖലയിൽ പ്രതിസന്ധിയുണ്ട്. പണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ആശുപത്രി, അവിടെ കറണ്ട് പോയാൽ ജനറേറ്റർ അടിക്കണമെങ്കിൽ ഇന്ധനം ആവശ്യമാണ്. ഇതെല്ലാം ക്യാനുകളിലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ക്യാനുകളിൽ ഇന്ധനം കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഇവർ പ്രത്യേക ഒരു ക്യാൻ പറയുന്നു. ആ ക്യാൻ ലഭ്യമാക്കണമെന്നെങ്കിൽ അത് ചെയ്യുന്നുമില്ല, ക്യാനുകളിൽ കൊടുക്കുന്നുമില്ല എന്നുള്ളത് വലിയ വിരോധാഭാസമാണ്. പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ അംഗീകാരമുള്ള ക്യാനുകളിൽ മാത്രമേ ഇന്ധനം നൽകാവൂ എന്നാണ് ഇപ്പോഴുള്ള ഉത്തരവ്. എന്നാൽ പെസോ അംഗീകാരമുള്ള ക്യാനുകൾ വിപണിയിൽ കിട്ടാനില്ല. പെസോ ക്യാനുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ കുറവായതിനാൽ ഇത്തരം ക്യാനുകൾ കേരളത്തിലെ വിപണിയിലെത്താൻ സമയമെടുക്കും. കാർഷിക മേഖല, ആശുപത്രികൾ, വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയും ഇക്കാര്യത്തിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇവിടങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുവാൻ ആവശ്യമായ ഇന്ധനം വാങ്ങാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. അതിനാൽ തന്നെ ഇന്ധനം ലഭ്യമാക്കാൻ കേന്ദ്രം നിഷ്കർഷിക്കുന്ന ഗുണമേന്മയുള്ള കന്നാസുകൾ അധികാരികൾ ലഭ്യമാക്കണമെന്നും മണ്ണെണ്ണ സബ്സിഡിക്ക് പകരം ഇന്ധന സബ്സിഡി പ്രഖ്യാപിക്കണമെന്നുമാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ.
വിയറ്റ്നാമിൽ വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞുണ്ടായ ദുരന്തത്തിൽ മരിച്ച കൊല്ലം കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലോവേനി തോമസിന്റെയും മൃതദേഹങ്ങൾ ചൊവ്വാഴ്ച നാട്ടിലെത്തിക്കും. ഇന്ന് രാത്രി മുംബൈ വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളം വഴി കൊട്ടാരക്കരയിലെ വസതിയിലെത്തിക്കും. മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിലെത്തിക്കുന്നതിനുള്ള നടപടികൾ നോർക്കയുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര മാർത്തോമ്മ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാത്രി 10 മണിയോടെ മുംബൈ വിമാനത്താവളത്തിലെത്തിക്കും. മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിലെത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ചൊവ്വാഴ്ചയോടെ മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അവിടെ നിന്നും കൊട്ടാരക്കരയിലെ വസതിയിൽ എത്തിക്കുന്നതുവരെയുള്ള കാര്യങ്ങൾക്ക് പൂർണ്ണമായും സർക്കാർ നേതൃത്വം നൽകും. കൊട്ടാരക്കര മാർത്തോമ്മ പള്ളിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ഈ മാസം 7-നാണ് വിക്ടറി വ്യവസായ ഗ്രൂപ്പ് ഉടമയായ AC തോമസും ഭാര്യ ലോവേനി തോമസും 32-അംഗ സംഘത്തോടൊപ്പം ഒരു മൊബൈൽ കമ്പനിയുടെ ടൂർ പാക്കേജിന്റെ ഭാഗമായി വിയറ്റ്നാമിലേക്ക് വിനോദയാത്ര പോയത്. വിയറ്റ്നാമിലെ ഫുക്കോക്ക് ദ്വീപിനു സമീപം ശക്തമായ കാറ്റിലും തിരമാലകളിലും പെട്ട് വിനോദസഞ്ചാര ബോട്ട് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ AC തോമസും ഭാര്യ ലോവേനി തോമസും ഉൾപ്പെടെ 15 പേരാണ് മരിച്ചത്. അമൃത ന്യൂസ്, കൊല്ലം. കോട്ടയം ചുങ്കത്തുമുപ്പത് വരയിന്മേൽച്ചിറ റോഡിലൂടെ നാട്ടുകാരുടെ ദുരിത സാഹസിക യാത്ര തുടരുന്നു. 6 അടി വീതിയിൽ നാട്ടുകാർ സ്ഥലം വിട്ട് നൽകിയിട്ടുണ്ടെങ്കിലും സുരക്ഷിതമായി നടന്നു പോകാനെങ്കിലും കഴിയുന്ന ഒരു റോഡ് നിർമ്മിച്ചു നൽകാൻ ഒരു അധികാര കേന്ദ്രത്തിൽ നിന്നും നടപടി ഉണ്ടായിട്ടില്ല. നല്ല വഴിയും കുടിവെള്ളവും വരയിന്മേൽച്ചിറ നിവാസികൾക്ക് ഇന്നും ഒരു സ്വപ്നം മാത്രമാണ്. ചുങ്കത്തുമുപ്പത് വരയിന്മേൽച്ചിറ റോഡ് എന്നാണ് പേരെങ്കിലും ഉള്ളത് ഒരു നടപ്പുവഴി മാത്രമാണ്. കോട്ടയം നഗരസഭ 37-ാം വാർഡിലെ 30-ലധികം കുടുംബങ്ങളുടെ ആശ്രയമാണ് ഈ വഴി. ഈ ഭാഗത്തുള്ള ചുരുക്കം ചിലർ ഇരുചക്ര വാഹനങ്ങൾ ഇതുവഴി കൊണ്ടുപോകാറുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളും ഈ വഴിയിലെ ചെളിക്കുഴികൾ ചാടിക്കടന്നാണ് എന്നും യാത്ര ചെയ്യുന്നത്. മഴ പെയ്യുമ്പോൾ ചെളി നിറയുന്ന വഴിയിലൂടെ നടക്കാൻ കഴിയാത്തതിനാൽ തോടിൻ്റെ സംരക്ഷണ ഭിത്തിയിലൂടെയാണ് നടത്തം. വഴിയാണ് നമ്മുടെ പ്രശ്നം. ഈ കൽക്കട്ട് വന്നതുകൊണ്ട് ഇപ്പോൾ കൽക്കട്ട് വഴി കയറി ഞങ്ങൾക്ക് നടക്കാൻ പറ്റും. അല്ല, ഞങ്ങൾക്ക് ഒരു കുടിവെള്ളമില്ല. ഇവിടെ ചുങ്കത്തുമുപ്പത് മുതൽ വരയിന്മേൽച്ചിറ വരെ കുടിവെള്ളം എത്തിക്കുകയും വഴി യോഗ്യമാക്കി തരികയും ചെയ്യണമെന്നാണ്. ചുങ്കത്തുമുപ്പത് പാലം മുതൽ വരയിന്മേൽച്ചിറ വരെ 6 അടി വീതിയിൽ റോഡിനായി പ്രദേശവാസികൾ സ്ഥലം വിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഭാഗം മണ്ണിട്ട് ഉയർത്തി കോൺക്രീറ്റിങ്ങോ ടാറിങ്ങോ നടത്തുന്നതിന് നഗരസഭയുടെയോ MLAയുടെയോ MPയുടെയോ ഫണ്ട് ലഭിക്കാനായി നാട്ടുകാർ നിരന്തരം പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ നടന്ന് ചെരുപ്പ് തേഞ്ഞതല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. 63 വയസ്സായി എനിക്ക്. 63 വർഷമായിട്ട് ഈ കിടപ്പായി വഴി കിടക്കുന്നത്. 100 പ്രാവശ്യം മതി ഈ വഴിയൊന്നും ഉണ്ടാക്കിയത് ഒരു 10 വണ്ടി മണ്ണടിച്ചത്. ഇതുവരെ ആർക്കും അനക്കമില്ല. മുനിസിപ്പാലിറ്റിക്കില്ല, MLAക്കില്ല, ഒരു അനക്കമില്ല. ഈ വെള്ളത്തിൽ കൂടെ ഞങ്ങൾ നീന്തുക, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നത്. ഈ കൽക്കട്ട കൂടെ വേണം പോകാൻ. കാല് തന്നെ തൂടില്ല. വഴി പോലെ തന്നെ കുടിവെള്ളവും ഇന്നും ഇവർക്ക് സ്വപ്നം മാത്രമാണ്. വേനൽക്കാലമായാൽ ശുദ്ധജലം വില കൊടുത്ത് വാങ്ങുകയോ ദൂരെ നിന്ന് വള്ളത്തിൽ എത്തിക്കുകയോ വേണം. കുടിവെള്ളം വേണേ നമുക്ക് ബുദ്ധിമുട്ടാണ്. അവിടുന്ന് ഈ തോട്ടിൽ പോള കയറി കഴിഞ്ഞാൽ അവിടുന്ന് വള്ളത്തിൽ നടന്ന് വന്നു വേണം നമ്മൾ ഇവിടുന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകാനായിട്ട്. ഈ വെള്ളം നമുക്ക് എങ്ങനെ കുടിക്കാനാണ്? കുടിക്കാൻ പോലും പറ്റത്തില്ല. നല്ലൊരു വഴിയുണ്ടായാൽ ഈ ഭാഗത്തെ നെൽകൃഷിക്കും അത് ഗുണകരമാകും. വഴിയില്ലാത്തതിനാൽ നല്ലൊരു വീട് വയ്ക്കാൻ ബാങ്കുകളിൽ നിന്ന് വായ്പ പോലും ലഭിക്കുന്നില്ല. വഴിയും വെള്ളവും കിട്ടാനായി ഇവരുടെ കാത്തിരിപ്പ് തുടരുകയാണ്. അമൃത ന്യൂസ്, കോട്ടയം. തൃശൂർ അതിരപ്പള്ളി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഭീതി പരത്തിയ കാട്ടുകൊമ്പൻ, ഏഴാറ്റുമുഖം ഗണപതി ഉൾപ്പെടെയുള്ള അക്രമകാരികളായ കാട്ടാനകൾ പാലപ്പിള്ളിയിലെത്തി. 25-ലേറെ ആനകളാണ് പാലപ്പിള്ളി തോട്ടം മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്നത്. 2 ദിവസം മുമ്പാണ് ഏഴാറ്റുമുഖം ഗണപതി, മഞ്ഞക്കൊമ്പൻ എന്നീ വിളിപ്പേരുകളുള്ള ആനകളെ പാലപ്പിള്ളി മേഖലയിൽ നാട്ടുകാർ കണ്ടത്. ആശങ്കയിലാണ് അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ. കുണ്ടായി, ചക്കിപ്പറമ്പ് എന്നീ പ്രദേശങ്ങളിലിറങ്ങിയ ആനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി കൃഷി നശിപ്പിച്ചിരുന്നു. നാട്ടുകാരും തോട്ടം തൊഴിലാളികളും വാച്ചർമാരും ചേർന്ന് പടക്കം പൊട്ടിച്ചും പാട്ടകുട്ടിയും ആനകളെ കാടുകയറ്റാൻ ശ്രമിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. പകൽ സമയത്ത് പോലും തോട്ടങ്ങളിലും റോഡിലും ഇറങ്ങുന്ന ആനക്കൂട്ടത്തെ ഭയന്നാണ് തൊഴിലാളികൾ പണിക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം ആനക്കൂട്ടത്തിന് മുന്നിൽ അകപ്പെട്ട തൊഴിലാളികൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടിക്കഴിയുന്ന പ്രദേശത്തെ ആദിവാസികളും തൊഴിലാളി കുടുംബങ്ങളും ആക്രമകാരികളായ ആനകൾ കൂടി എത്തിയതോടെ ഭീതിയിലാണ്.
കഴിഞ്ഞ മാസം അതിരപ്പള്ളി മേഖലയിൽ കാട്ടാനാക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് പ്രദേശത്തെ ആനക്കൂട്ടത്തെ RRT സംഘം കാടുകയറ്റിയത്. കിലോമീറ്ററുകൾ താണ്ടിയാണ് ഈ ആനകൾ പാലപ്പിള്ളിയിലെത്തിയത്. തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പാലപ്പിള്ളി മേഖലയിലെ ആനക്കൂട്ടത്തെ കാടുകയറ്റാൻ വനംവകുപ്പ് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംഭവത്തിൽ പ്രതിഷേധിച്ച പാലപ്പിള്ളി ഫോറസ്റ്റ് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. അമൃത ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് ലഹരിക്കെതിരായ പോരാട്ടത്തിന് പ്രായഭേദമില്ല. ആഭ്യന്തര വകുപ്പിന്റെ തൂഫാൻ ദി നാർക്കോട്ടിക് ഹണ്ടിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ വാരിയറാണ് തിരുവനന്തപുരം നന്ദിയോട് സ്വദേശി ആദികേശവ്. ലഹരിക്കെതിരായ വിഷയം പ്രമേയമാക്കി അജിത് പൂജപ്പുര കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സിദ്ധു എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചതും ആദികേശവാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് പദ്ധതി, ആ പദ്ധതിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചലച്ചിത്ര താരമായിട്ടുള്ള വാര്യർ ആണ് നമ്മോടൊപ്പം ചേരുന്നത്. ആദികേശവ് സിദ്ധു എന്ന സിനിമയിലൂടെയാണ് ഈ പദ്ധതിയുടെ ഭാഗമാകുന്നത്. അദ്ദേഹത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വാര്യറായി കഴിഞ്ഞ ദിവസം മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആദികേശവ് എല്ലാവിധ ആശംസകളും. ആദ്യം തന്നെ സിനിമ ഇപ്പോൾ ഉടൻ പുറത്തിറങ്ങും. സിനിമ തന്നെ ഇത്തരമൊരു പ്രമേയമാണ്, ലഹരിക്കെതിരെയുള്ള ഒരു പ്രമേയമാണ് കൈകാര്യം ചെയ്യുന്നത്. ഒപ്പം തന്നെയാണ് ഇപ്പോൾ ആദികേശവിനെ ഇപ്പം വാര്യറായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് പറയാൻ? എനിക്ക് വളരെ സന്തോഷമുണ്ട്. നാർക്കോട്ടിക് ഹണ്ടിൻ്റെ എതിരെയാണ് തൂഫാൻ എന്ന ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. മന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ടാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായത് ആദികേശവ്. അപ്പം എങ്ങനെയുള്ളൊരു പ്രവർത്തനമാണ് ഇതിനകത്ത് ഒന്ന് കാഴ്ചവെക്കാൻ? ഗവൺമെൻറ്റിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടെന്നാണ് സാറ് പറഞ്ഞത്. സിനിമയിലും ആ ഒരു തീം തന്നെ വരുന്നു. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എങ്ങനെയാണ് ഈ സിനിമയിലേക്ക്, ഇത്തരമൊരു സിനിമയിലേക്ക്, ഇത് ഇപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് തന്നെ അത് ലഹരിക്കെതിരെ ഉള്ളൊരു സിനിമയാണ്. സ്കൂളുകളിൽ എത്രത്തോളം അംഗീകാരമായിരുന്നു ലഭിച്ചിരുന്നത് ഈ സിനിമയ്ക്ക് ശേഷം? ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഒരു 1 day വർക്ക്ഷോപ്പിലായിരുന്നു, ആക്ടിങ് വർക്ക്ഷോപ്പിലായിരുന്നു ഞാൻ അഭിനയിച്ചിരുന്നത്. അപ്പോൾ അതിൽ സാർ എന്നെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ എന്നെ വിളിച്ചു. പിന്നെ ഈ തൂഫാൻ വാരിയറായി കഴിഞ്ഞിട്ട് ക്ലാസ്സിലെയും സ്കൂളിലെ എല്ലാവരും എനിക്ക് നല്ല ഇതായിട്ടുണ്ട്, ആയതിൽ സന്തോഷമുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ആദികേശവൻ്റെ അമ്മമ്മയാണ് ഈ ഒരു ഇത്തരമൊരു സപ്പോർട്ട് കൂടി കൊച്ചുമകന് കൂടി നൽകുന്നത്. അമ്മയും കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എത്രത്തോളമാണ് ഇത്തരമൊരു പദ്ധതിയിലേക്ക് മിനിസ്റ്റർ സെലക്ട് ചെയ്യുന്നു, ഈ ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശം എത്തിക്കുന്നതിൽ കൊച്ചുമകനും കൂടി കഴിയുന്നു? അദ്ദേഹം ഏറ്റവും പ്രായം കുറഞ്ഞ തൂഫാൻ വാരിയർ കൂടിയാണ് സംസ്ഥാനത്തെ. ഇത് സർക്കാരിൻ്റെ സപ്പോർട്ടുണ്ട്, ഏറ്റവും നല്ല കാര്യം. ഞാൻ ടീച്ചറായിരുന്നു, ഇപ്പം ടീച്ചറല്ല. പക്ഷേ നമ്മുടെ സ്കൂൾ ലെവലിൽ നിന്ന് തന്നെ ഈ ഒരു അവബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. കാരണം കുട്ടികൾ എല്ലാം അനുകരിക്കാനും അവർക്ക് അത് ഹീറോ ആകുക എന്ന ഒരു സ്വഭാവമാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഈ ഒരു അവബോധം സ്കൂൾ ലെവലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സെലക്റ്റീവായ സ്കൂളുകളിൽ ഞങ്ങൾ സിദ്ധു ടീം എത്തുന്നു. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട അവബോധം സൃഷ്ടിക്കാനുള്ള ചില പരിപാടികളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നന്ദിയോട് SKV സ്കൂളിലാണ് മോൻ പഠിക്കുന്നതും, ടീച്ചർ അവിടെയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണോ തുടക്കം? എങ്ങനെയാണ്? അതെ, സിദ്ധുവിൻ്റെ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവിടെ നിന്ന് തന്നെ തുടങ്ങും. തൂഫാൻ വാരിയർ പദ്ധതിയിലൂടെ സർക്കാർ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് കുട്ടികളിലേക്ക് വ്യാപിപ്പിക്കുന്ന സന്ദേശമാണ് ഈ സിനിമ തന്നെ നൽകുന്നത്. ആ സന്ദേശം സിദ്ധു ടീം തന്നെ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വിവിധ സ്കൂളുകളിലായി എത്തി നൽകുകയാണ്. ഏറ്റവും വലിയ ഒരു സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ഒരു കാര്യമാണ് ആ ടീം ചെയ്യാൻ പോകുന്നത്. ക്യാമറമാൻ ജോസിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി ഓഹരി വിപണിയുടെ വിലയിരുത്തലാണ്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. ഇന്നത്തെ വിപണി പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത് അദ്ദേഹമാണ്. ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കണം. ആഗോള വിപണികളിലെ നീക്കങ്ങളും നിർണായകം തന്നെയായിരിക്കും. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ പലതിലും നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ വിപണിയിൽ ഉണ്ടാവും. US അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്ന പണപ്പെരുപ്പ് നിരക്ക്, ജോബ് ഡാറ്റ,
ഒപ്പം തന്നെ ഫെഡറൽ റിസർവ് ചെയർമാൻ്റെ അഭിസംബോധന ചെയ്യുന്നത് ഇതെല്ലാം വിപണിയെ സ്വാധീനിച്ചേക്കും. യൂറോപ്പിലും ഈ ഒരാഴ്ചയാണ് പണപ്പെരുപ്പ നിരക്ക് പുറത്തു വരുന്നത്, അതും വിപണിയെ സ്വാധീനിച്ചേക്കും. ഇന്ത്യയിലും പണപ്പെരുപ്പ നിരക്ക് പുറത്തു വരുന്നുണ്ട്. ഈ 13-14 തീയതികളിലാണ് മൊത്തവില സൂചികയും ചില്ലറ വില സൂചികയും അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പ നിരക്ക് പ്രഖ്യാപിക്കുന്നത്. ഇതെല്ലാം വരും ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിച്ചേക്കാവുന്ന ഘടകങ്ങൾ തന്നെയാണ്. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഏതാണ്ട് 140ഓളം കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഈ ഒരാഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഒട്ടേറെ മുൻനിര കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളും വരുന്നുണ്ട്. HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ ബാങ്കിംഗ് മേഖലയിലെ പ്രമുഖ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളും ഈ ആഴ്ച തന്നെയാണ് വരുന്നത്. പ്രവർത്തന ഫലങ്ങളുടെ ഒരു പ്രധാന ഘടകം തന്നെയാണ് പ്രവർത്തന ഫലങ്ങൾ. കഴിഞ്ഞ ദിവസം പ്രവർത്തന ഫലങ്ങൾ പുറത്തു വന്ന 2-3 പ്രധാന കമ്പനികളുടെ മികച്ച പ്രവർത്തന ഫലം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതികരണം കൂടിയായിരുന്നു വിപണിയിൽ ഉണ്ടായിട്ട് മുന്നേറ്റം. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചയും കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ മികച്ച രീതിയിൽ തന്നെ വിപണിയുടെ നേട്ടത്തിന് സഹായകമാകും. ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപാണ് ഇന്നത്തെ വിപണി പ്രതീക്ഷകൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ തൃശൂർ കുന്നംകുളം പഴഞ്ഞി MD കോളേജിന് സമീപമുള്ള വീട്ടിൽ 4-അംഗ കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യാശ്രമം. പിതാവും മകളും മരിച്ചു. ഭാര്യയെയും മകനെയും ഗുരുതര അവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നുണ്ട്. ഹരീഷ്, ഈ കൂട്ട ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? 2 പേർ മരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേർ ഗുരുതരാവസ്ഥയിലുമാണ്. ഇന്ന് പുലർച്ചെയാണ് ആ സംഭവം. ഈ കുന്നംകുളം MD കോളേജിന് സമീപമുള്ള വീട്ടിൽ 4-അംഗ കുടുംബമാണ് കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചത്. പിതാവും മകളും മരണപ്പെട്ടു കഴിഞ്ഞു. പഴഞ്ഞി അരുവായി MD കോളേജിന് സമീപത്ത് താമസിക്കുന്ന മാടക്കപ്പറമ്പിൽ സിബി, മകൾ അലീന എന്നിവരാണ് മരിച്ചത്. അതുപോലെ ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സിബിയെ കിണറ്റിലും മകൾ അലീനയെ വീട്ടിനകത്ത് തൂങ്ങി വെച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ അവശരായിട്ടാണ് കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ സിബിയുടെ ഭാര്യയും മകനും ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ് ഈ സിബി. ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ഇയാൾ നാട്ടിലെത്തിയത്. കടുത്ത സാമ്പത്തിക ബാധ്യതകളാണ് ഈ ഒരു കൂട്ട ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്ന പ്രാഥമിക നിഗമനം. ഈ വിവരമറിഞ്ഞതിനെ തുടർന്ന് കുന്നംകുളം ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ ബെന്നി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘം എത്തിയാണ് കിണറ്റിൽ നിന്ന് ഗൃഹനാഥന്റെ മൃതദേഹം പുറത്തെടുത്തത്. മരിച്ച മകളുടെയും ഗൃഹനാഥന്റെ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മാതാവിനെയും മകനെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. എല്ലാവരും വിഷം കഴിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. ഈ മകൻ തന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് അറിയിച്ചത്, ഈ ആത്മഹത്യാശ്രമം വിളിച്ചറിയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസും പറയുന്നത്. പോലീസ് എത്തി നോക്കിയ സമയത്ത് അവശ നിലയിലായിരുന്നു അമ്മയും മകളും ഈ ഗൃഹനാഥനും മരിച്ച നിലയിലുമായിരുന്നു. ഗൃഹനാഥന്റെ മൃതദേഹം കിണറ്റിലായിരുന്നു. മകൾ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. ആ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാകാതെ അതിന്റെ മനോവിഷമത്തിൽ കുടുംബം കൂട്ട ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസും പറയുന്നത്. എന്തായാലും ഇതിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയായിരുന്നു ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ ഒരു സംഭവം. ശരി, തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. തായ്ലൻഡിലെ വടക്കൻ ബാങ്കോങ്ങിൽ പമ്പിൽ വൻ തീപിടുത്തം. അപകടത്തിൽ 27 പേർ മരിച്ചു, 63 പേർക്ക് പരിക്കേറ്റു. അർദ്ധരാത്രിയിൽ പാർട്ടി നടക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. നിരവധി പേരുടെ മൃതദേഹങ്ങൾ ശുചിമുറികളിൽ നിന്നാണ് കണ്ടെത്തിയത്. തായ്ലൻഡ് പ്രധാനമന്ത്രി അനൂട്ടിൻ ചരൺ വിരാഗുൽ അപകട സ്ഥലം സന്ദർശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 2022-ലും ബാങ്കോങ്ങിലെ പബ്ബിൽ തീപിടുത്തമുണ്ടായിരുന്നു. അന്ന് 14 പേരാണ് കൊല്ലപ്പെട്ടത്. ബാറിൽ തീ പടരുകയും പൊട്ടിത്തെറികളും ഉണ്ടായതിനിടെ ആളുകൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വീഡിയോകൾ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിലടക്കം വന്നിട്ടുണ്ട്. 1.5 മണിക്കൂറിലേറെ പരിശ്രമിച്ച ശേഷമാണ് ബാറിലെ അഗ്നിബാധ നിയന്ത്രിക്കാൻ സാധിച്ചത്. മെയ്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മെയ്തർ ഈഗിൾസ് FC കേരള. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ വൈരങ്ങളിലൊന്നാണ് അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം. വിവാദമായ ദൈവത്തിന്റെ കൈയെന്ന് പേരുകേട്ട ഗോളും പിന്നീട് നൂറ്റാണ്ടിന്റെ ഗോളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാന്ത്രിക ഗോളും പിറന്നത് മുമ്പ് ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴായിരുന്നു. ഇത്തവണ സെമിയിൽ ഇരു ടീമുകളും നേർക്കുനേർ പോരാടുമ്പോൾ ആരാധകർ ആശങ്കയിലും ആവേശത്തിലുമാണ്.
ലോകകപ്പ് സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ട് മത്സരം ചരിത്രത്തിൽ ഇടം പിടിച്ച പോരാട്ടത്തിന്റെ ആവർത്തനമാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഫോക്ലൻഡ് യുദ്ധത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നടന്ന 1986 മെക്സിക്കോ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലാണ് ഈ ചരിത്ര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അന്നത്തെ ക്വാർട്ടർ ഫൈനൽ ഫുട്ബോൾ ലോകം ഒരിക്കലും മറക്കാത്ത മത്സരമാണ്. കാൽപന്തിന്റെ ഇതിഹാസം ഡീഗോ മറഡോണയുടെ വിവാദമായ ദൈവത്തിന്റെ കൈ എന്ന് പേരുകേട്ട ഗോളും പിന്നീട് നൂറ്റാണ്ടിന്റെ ഗോൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാന്ത്രിക ഗോളും പിറന്നത് ഈ മത്സരത്തിലായിരുന്നു. മത്സരത്തിന്റെ 51-ാം മിനിറ്റിൽ ഡീഗോ മറഡോണ ഉയർന്നു ചാടി തന്റെ കൈകൊണ്ട് പന്ത് ഇംഗ്ലീഷ് വലയ്ക്കുള്ളിലേക്ക് തള്ളിയിട്ടു എന്നതായിരുന്നു വിവാദമായിരുന്നത്. റഫറിയുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഈ ഗോൾ അർജന്റീനയ്ക്ക് അനുകൂലമായി അനുവദിക്കപ്പെട്ടു. അങ്ങനെ ദൈവത്തിന്റെ കൈ എന്ന് ആ വിവാദ ഗോൾ അറിയപ്പെട്ടു. എന്നാൽ ആദ്യ ഗോളിന്റെ വിവാദങ്ങൾ അടങ്ങും മുൻപ് 55-ാം മിനിറ്റിൽ മറഡോണ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ച ആ മാന്ത്രിക ഗോൾ നേടി. പകുതിയിൽ നിന്ന് പന്ത് ലഭിച്ച മറഡോണ ഇംഗ്ലണ്ടിന്റെ 5 പ്രതിരോധ നിരക്കാരെയും ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടനെയും മറികടന്ന് പന്ത് ഇംഗ്ലണ്ടിന്റെ വലയിലാക്കി. 1-2 ഗോളുകൾക്ക് അർജന്റീന ഈ മത്സരം വിജയിക്കുകയും പിന്നീട് ആ വർഷത്തെ ലോകകപ്പ് കിരീടം ചൂടുകയും ചെയ്തു. എന്നാൽ അതിനു മുൻപ് 1966 ക്വാർട്ടർ ഫൈനലും വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു. ആ മത്സരത്തിൽ ഇംഗ്ലണ്ട് 1-0 അർജന്റീനയെ തോൽപ്പിച്ചു. അർജന്റീന ക്യാപ്റ്റൻ അന്റോണിയോ റാറ്റിന്റെ ചുവപ്പ് കാർഡ് ഏറെ ചർച്ചയായിരുന്നു. അതേസമയം 1998 റൗണ്ട് ഓഫ് 16 ഇംഗ്ലീഷ് താരം ഡേവിഡ് ബെക്കാം ചുവപ്പ് കണ്ട് പുറത്തായ മത്സരത്തിൽ ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ അർജന്റീന വിജയം പിടിച്ചെടുത്തു. അതേസമയം കാലം കാത്തുവെച്ച പോലെ 2002 ഗ്രൂപ്പ് ഘട്ടത്തിൽ ബെക്കാമിന്റെ പെനാൽറ്റി ഗോളിലൂടെ ഇംഗ്ലണ്ട് അർജന്റീനയെ 1-0 പരാജയപ്പെടുത്തി തിരിച്ചടി നൽകി. ആദ്യ പകുതിയുടെ അവസാന നിമിഷത്തിൽ മൈക്കൽ ഓവനെ അർജന്റീന ബോക്സിൽ വീഴ്ത്തിയതിനെ തുടർന്ന് ലഭിച്ച പെനാൽറ്റി ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാം ഗോളാക്കി മാറ്റുകയായിരുന്നു. ഈ വിജയം 1998 ലോകകപ്പിൽ അർജന്റീനയോടേറ്റ തോൽവിക്കും ബെക്കാമിന് നേരിടേണ്ടി വന്ന റെഡ് കാർഡ് വിവാദത്തിനും മധുരമായ പ്രതികാരമായി മാറി. ഇത്തവണ ആവേശകരമായ ഏറ്റുമുട്ടലാകും ഇരു ടീമുകളും കാഴ്ചവെക്കുക. ഇത്തവണ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന സ്വിറ്റ്സർലൻഡിനെ അധിക സമയത്ത് കീഴടക്കിയാണ് സെമിയിലേക്ക് മുന്നേറിയത്. അതേസമയം നോർവേയെ അട്ടിമറിച്ചാണ് ഇംഗ്ലണ്ട് സെമി ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം വീണ്ടും സ്വന്തമാക്കി ഇറ്റാലിയൻ താരം യാനിക് സിന്നർ. ഫൈനലിൽ ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യനായ അലക്സാണ്ടർ സൊരേവിനെ 4 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സിന്നർ കീഴടക്കിയത്. ആദ്യ 2 സെറ്റുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കണ്ടതെങ്കിലും ഇടയ്ക്ക് പരിക്കേറ്റത് സൊരേവിന്റെ നീക്കങ്ങൾക്ക് വേഗത കുറച്ചു. ആദ്യ 2 സെറ്റും സമനിലയിലെത്തിയപ്പോൾ ടൈ ബ്രേക്കറിലെ മികവാണ് സിന്നറെ തുണച്ചത്. തുടർച്ചയായ 2ാം വർഷമാണ് സിന്നർ വിംബിൾഡൺ ചാമ്പ്യനാകുന്നത്. സിന്നറുടെ 5ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണിത്. 2024-25 വർഷങ്ങളിൽ ഓസ്ട്രേലിയൻ ഓപ്പണും 2024 US ഓപ്പണും സിന്നർ നേടിയിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.